നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചുള്ള കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലായി. നാസിക് ഡോളും ചെണ്ടമേളവും പാരഡി ഗാനങ്ങളും കൊണ്ടും അവസാന നിമിഷങ്ങൾ ഉത്സവ പ്രതീതിയായി മാറി. വായനശാല കെട്ടിടത്തിനും തടികോടോണിലും തീപിടിച്ചത് പ്രദേശവാസികളിൽ ആശങ്ക പടർത്തി. തിങ്കളാഴ്ച പുലർച്ചെ 12:30 തീപിടുത്തമുണ്ടായത്. ബാപ്പുവൈദ്യർ ജംഗ്ഷന് സമീപമാണ് തീപിടുത്തം. ചേർത്തല മുഹമ്മദ് കെ കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാനായതായി ജില്ലാ കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച SIR കയാക്കിംഗ് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വാർത്തകൾ വിശദമായി. പരസ്യപ്രചാരണം അവസാനിപ്പിച്ചുള്ള കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലായി. നാസിക് ഡോളും ചെണ്ടമേളവും പാരഡി ഗാനങ്ങളും കൊണ്ടും അവസാന നിമിഷങ്ങൾ ഉത്സവ പ്രതീതിയായി മാറി. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പരസ്യപ്രചാരണം അവസാനിച്ചുള്ള കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലായി. നാസിക് ഡോളും ചെണ്ടമേളവും പാരഡി ഗാനങ്ങളും കൊണ്ടും അവസാന നിമിഷങ്ങൾ ഉത്സവ പ്രതീതിയായി മാറി. 3 ആഴ്ചയോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണമാണ് കൊട്ടിക്കലാശത്തോടെ അവസാനിച്ചത്. നഗരത്തെ ആകെ ആവേശക്കടലാക്കിയ അവസാന മണിക്കൂറുകളിൽ താളമേളത്തോടൊപ്പം പ്രവർത്തകരും സ്ഥാനാർത്ഥികളും നൃത്തം വെച്ചു. കൊടിത്തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞ നഗരത്തിലെ സെക്രിയ ബസാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവരുടെ പ്രതിനിധികളും കൂടാതെ നൂറുകണക്കിന് ആളുകളും അവസാനവട്ട പ്രചാരണ പ്രവർത്തനം നേരിട്ട് കാണാൻ ഒഴുകിയെത്തിയിരുന്നു. നേരത്തെ തുറന്ന ജീപ്പിലും കാറിലും മറ്റ് വാഹനങ്ങളിലുമായി അവരവരുടെ വാർഡുകളിലൂടെ ജാഥയായിട്ടാണ് ഓരോരുത്തരും ബസാറിലേക്ക് എത്തിയത്. സ്ഥാനാർത്ഥി സഞ്ചരിച്ച വാഹനത്തെ അനുഗമിച്ചെത്തിയ പ്രചാരണ വാഹനം കൂടി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചതോടെ ശബ്ദ കോലാഹലം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. കൃത്യം 6 മണിയോടെ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെ നിർദ്ദേശാനുസരണം പരസ്യപ്രചാരണം അവസാനിപ്പിച്ച് ഏവരും മടങ്ങി. പിന്നീട് നിശബ്ദ പ്രചാരണങ്ങളിലേക്ക് നീങ്ങി സ്ഥാനാർത്ഥികളും അണികളും. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വായനശാല കെട്ടിടത്തിനും തടികോടോണിനും തീപിടിച്ചത് പ്രദേശവാസികളിൽ ആശങ്ക പടർത്തി. തിങ്കളാഴ്ച പുലർച്ചെ 12:30 തീപിടുത്തമുണ്ടായത്. വായനശാല കെട്ടിടത്തിനും തടികോടോണിനും തീപിടിച്ചത് പ്രദേശവാസികളിൽ ആശങ്ക പടർത്തി. തിങ്കളാഴ്ച പുലർച്ചെ 12:30 തീപിടുത്തമുണ്ടായത്. ബാപ്പുവൈദ്യർ ജംഗ്ഷന് പടിഞ്ഞാറ് അക്ഷരവേദി വായനശാല കെട്ടിടത്തിനും അതിനോട് ചേർന്നുള്ള മാത്യു സേവ്യർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തടികോടോണിനുമാണ് തീപിടിച്ചത്. കൊത്തുപണി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന തേക്കിൻ തടി സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. ശക്തമായ പുക ഉയർന്നതോടെ സംശയം തോന്നിയ നാട്ടുകാരാണ് തീപിടുത്ത വിവരം അറിഞ്ഞത്. തുടർന്ന് അഗ്നിരക്ഷാ സേനയും പോലീസിനെയും വിവരം അറിയിച്ചു. അഗ്നിരക്ഷാ യൂണിറ്റിലെ ഒരു വാഹനം എത്തിയെങ്കിലും തീയണക്കാൻ സാധിച്ചില്ല. പിന്നീട് 2 യൂണിറ്റുകൾ കൂടി എത്തി ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത്. നാട്ടുകാരും പ്രദേശവാസികളും തീയണക്കലുമായി ബന്ധപ്പെട്ട സഹായഹസ്തവുമായി സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ചേർത്തല മുഹമ്മദ് കെ കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. കെ കാർമൽ സ്കൂളിൽ രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. അവരുടെ വലിയ അധ്വാനത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ഫലമാണ് ഈ വിദ്യാലയത്തിന്റെ വിജയം എന്നത്. ഈ അവസരത്തിൽ സാംജി അച്ഛനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം മനോഹരമായ ഒരു പുസ്തകം എഴുതി റിലീസ് ചെയ്തു. അച്ഛന്
കുട്ടനാടിനെ സ്നേഹിക്കുന്നയാളാണ്. കുട്ടനാടിനെ കുറിച്ച് വളരെ സമഗ്രമായൊരു പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുള്ളൊരു വ്യക്തിയാണ്. ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. വിദ്യാഭ്യാസത്തോട് ബന്ധമില്ലാത്തവനാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പോളിസികൾ നിശ്ചയിക്കുന്നത് എന്നൊരു വലിയ കുറവ് നമുക്കുണ്ടെങ്കിലും ആ മേഖലയിൽ ഗൗരവമായ പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഈ നാട്ടിൽ ദളിതര് ദേവഭാഷയായ സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹം കണ്ട സ്വപ്നം. അന്ന് എന്തെങ്കിലും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച മാന്നാനംകുന്നിൽ ആരംഭിച്ച സംസ്കൃത സ്കൂള് പിന്നീട് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് നിമിത്തമായ രീതിയിൽ പിടിയരി വിരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയ വിപ്ലവകരമായ ചില നിലപാടുകൾ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം അന്ന് ആരംഭിച്ച പദ്ധതികൾ, ഇതെല്ലാം അതൊരു കേവലം എന്തെങ്കിലും ഒരു ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നില്ല. തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടം, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം കൗശിക് വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി. സ്കൂൾ സ്ഥാപകൻ ഫാദർ മാത്യു വിത്തുവെട്ടിക്കലിന്റെ പേരിൽ നവീകരിച്ച ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച സ്കൂൾ കെട്ടിടം സിൽവർ ജൂബിലി ബ്ലോക്കായി നാമകരണവും ചെയ്തു. ഡോക്ടർ സാംജി വടക്കേടം രചിച്ച ട്രാൻസ്ഫോമിംഗ് സോഷ്യലിസം ഇൻ കേരള എന്ന പുസ്തകം ചടങ്ങിൽ ബിഷപ്പ് പ്രകാശനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാംജി വടക്കേടം, മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസ്, സ്കൂൾ ബുർസാർ ഫാദർ സനു വലിയ വീട്, PTA പ്രസിഡന്റ് PP അഭിലാഷ്, സെക്രട്ടറി റോക്കി തോട്ടുങ്കൽ, മീഡിയ കോർഡിനേറ്റർ സന്തോഷ് ഷൺമുഖൻ, കോർഡിനേറ്റർമാരായ നീന ജിജോ, സംഗീത നമ്പീഷൻ, T ബിന്ദു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാനായതായി ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച SIR കയാക്കിംഗ് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അഭിപ്രായപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച SIR കയാക്കിംഗ് ഫെസ്റ്റ് ചുങ്കംചട്ടിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. 100% SIR നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ കുട്ടനാട് 1ാം സ്ഥാനം കൈവരിച്ചതായും ജില്ലയിൽ നിയോഗിക്കപ്പെട്ട BLOമാർ, BROമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം, ജില്ലാ സ്വീപ് സെൽ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, ടൂറിസം വകുപ്പ്, സായി വാട്ടർ സ്പോർട്സ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചുങ്കംചട്ടിയിൽ നിന്ന് പള്ളാത്തുരുത്തി വരെയാണ് കയാക്കിംഗ് ബോട്ടുകളുടെ പ്രദർശന തുഴയിൽ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S ബിജു, കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റജി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി TP റോയ്, അമ്പലപ്പുഴ തഹസിൽദാർ S അൻവർ, ജില്ലാ SIR നോഡൽ ഓഫീസർ വിനോദ് P ലാൽ, സായി പരിശീലകൻ സിജി കുമാർ, സായി സ്പോർട്സ് സെന്റർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കായിക താരങ്ങൾ, ജില്ലയിലെ BLOമാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം 95% പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 9 LACകളിൽ ഏകദേശം 17,52,000-ഓളം എന്യൂമറേഷൻ ഫോംസാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ കാലോചിച്ച നവംബർ മാസം 14-ാം തീയതി പൂർത്തീകരിക്കുകയും അതിനുശേഷം ഇത് തിരിച്ച് റിട്ടേൺ ചെയ്ത് ഡിറ്റൈസ് ചെയ്തൊരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 95% വലിയൊരു വിജയമാണ് നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ നിലയിലാണ് ഇന്ന് നമ്മളിവിടെ ഒരു കനോയിങ് കയാക്കിംഗ് ഫെസ്റ്റ് നമ്മൾ നടത്തിയത്. കുട്ടികളുടെ നമ്മുടെ സായി സ്പോർട്സ് സെൻറ്റർ ഓഫ് എക്സലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കനോയിങ് കയാക്കിൻ്റെ ഒരു ഇവൻ്റ് ഇവിടെ വെച്ച് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനകത്ത് വളരെയേറെ പരിമിതികളുണ്ടായിരുന്നു. 1709 BLOമാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ കൂട്ടായതല്ല. ഇപ്പോൾ EROമാർ 9 LACകൾക്കും EROമാർ, നമ്മുടെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാരന്മാർ, മറ്റ് BLOമാർ ഉൾപ്പെടെ വലിയൊരു ശ്രേണിയാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും അഭിമാനകരം നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇന്ന് നമ്മുടെ കുട്ടനാട്, കേരളത്തിൽ തന്നെ 140 LACകളിൽ കുട്ടനാട് 1ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. 100% പരിപൂർണമായിട്ട് തീർത്ത ഒരേ ഒരു LAC ആയിട്ട് കുട്ടനാട് ഇന്ന് വന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ 100% സമ്പൂർണ്ണമായിട്ട്
ഡീറ്റെയിൽസേഷൻ ഉൾപ്പെടെ എന്യൂമറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ ഡീറ്റെയിൽസേഷൻ ഉൾപ്പെടെ നടത്തിയത് കുട്ടനാടാണ്. അപ്പോൾ അവരോടുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കൂട്ടായ പ്രവർത്തനത്തിലൂടെ വലിയ വലിയ കാര്യങ്ങൾ, എത്ര ദുഷ്കരമായ പ്രവർത്തനങ്ങളായാലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഇതൊക്കെ നമ്മൾ ഊന്നിലുറപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരണത്തിൽ എല്ലാവരെയും ഞാൻ ഇതിനെ ശ്ലാഘിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 10 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 2.5 ലക്ഷം പേർക്കെന്ന് കണക്ക്. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് 10 മാസത്തിനിടെ തെരുവുനായ്ക്കളുടെ കടിയേറ്റത് 2,49,860 പേർക്കെന്ന് കണക്ക്. ഇത് 2025 ഒക്ടോബർ മാത്രം വരെയുള്ള കണക്കാണ്. പേവിഷബാധയേറ്റ് 17 പേർ ഇതിനോടകം മരിച്ചു. കടിയേറ്റവരിൽ പകുതി പേരും ചെറിയ കുട്ടികൾ അടക്കമുള്ള സ്കൂൾ വിദ്യാർത്ഥികളും. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കടിയേറ്റവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും സൂചനയുണ്ട്. 3.16 ലക്ഷം പേർക്കാണ് കടിയേറ്റിരുന്നത്. തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ഇവ നിയന്ത്രിക്കാനുള്ള നടപടി നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിനിടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പോയതോടെയാണ് തുടർ നടപടി അനിശ്ചിതത്വത്തിലായതെന്നാണ് വിശദീകരണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019-20 സംസ്ഥാനത്ത് നടത്തിയ സെൻസസിൽ 7 ലക്ഷം തെരുവ് നായ്ക്കളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. 2025 അത് 9 ലക്ഷത്തിലേക്ക് എത്തിയെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരത്തിൽ മാത്രം 12ലധികം പേരെയാണ് തെരുവ് നായ കടിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചുള്ള കൊട്ടിക്കലാശം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലായി. നാസിക് ഡോളും ചെണ്ടമേളവും പാരഡി ഗാനങ്ങളും കൊണ്ടും അവസാന നിമിഷങ്ങൾ ഉത്സവ പ്രതീതിയായി മാറി. വായനശാല കെട്ടിടത്തിനും തടികോട് റോഡിനും തീപിടിച്ചത് പ്രദേശവാസികളിൽ ആശങ്ക പടർത്തി. തിങ്കളാഴ്ച പുലർച്ചെ 12:30 തീപിടുത്തമുണ്ടായത്. മാപ്പുവൈദ്യർ ജംഗ്ഷന് സമീപമാണ് തീപിടുത്തം. ചേർത്തല മുഹമ്മദ് കെ കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാനായതായി ജില്ലാ കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച SIR കയാക്കിംഗ് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.